ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സൂര്യൻ ഉദയാദ്രി പൂകി. പർണശയ്യയിൽ കിടന്ന് ഉറങ്ങുന്ന രഘുരാമനോട് മാമുനീന്ദ്രൻ പറഞ്ഞു: കൗസല്യ നന്ദകവർദ്ധക നായകന്മാരെ പൂർവസന്ധ്യ തുടങ്ങി. നരശാർദൂലനായ രാമ, എഴുന്നേൽക്കൂ, ദിനകൃത്യങ്ങൾ ആചരിക്കൂ. ഋഷീശ്വര നിർദ്ദേശം കേട്ട രാജകുമാരന്മാർ കുളിച്ച് മഹാമന്ത്രം സശ്രദ്ധം ജപിച്ചു. വീരപരാക്രമികളായ അവർ കൗശികനെ വന്ദിച്ചു. അതിസന്തുഷ്ടരായി അദ്ദേഹത്തിൻ്റെ സവിധത്തിൽ നിന്നു സരയൂ നദി കൂടിച്ചേരുന്ന ഗംഗയാറിൻ തീരത്തിൽ പുണ്യസങ്കേതത്തിൽ മാമുനിമാർ വസിച്ചരുളുന്ന പുണ്യാശ്രമത്തിൽ എത്തിയപ്പോൾ സസന്തോഷം രഘുനന്ദനൻ മഹാത്മാവായ വിശ്വാമിത്രനോട് ചോദിച്ചു: ഭഗവാനെ, ഈ പുണ്യാശ്രമം ഏതാണ്? ഇവിടെ അധിവസിക്കുന്നത് ആരാണ്? വർത്തമാനം അറിയുവാൻ ഞങ്ങൾക്ക് അത്യാഗ്രഹം ഉണ്ട്. ചിരിച്ചുകൊണ്ട് വിശ്വാമിത്ര ബ്രഹ്മഋഷി മറുപടിയോതി: രാമ, ഇതാരുടെയാണെന്ന് വ്യക്തമായി പറയാം, കേൾക്കൂ. കാമൻ എന്നുകൂടി പേരുള്ള സ്മരദേവന് ആദ്യം ദേഹമുണ്ടായിരുന്നു. ആ കാലത്ത് കൈലാസാധിപൻ മനസംയമനം ചെയ്ത് ഇവിടെ വസിക്കുകയായിരുന്നു. ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ദേവന്മാരൊന്നിച്ച് സഞ്ചരിക്കുന്ന പിനാകപാണിയെ സാഹങ്കാരം സ്മരൻ തീണ്ടി. മഹേശ്വരനാകട്ടെ ദ്വേഷത്തോടെ ഒന്ന് നോക്കി ഹുംകാരം ചെയ്തു. രുദ്രദേവന്റെ ഉഗ്രമായ നോട്ടത്താൽ സ്മരന്റെ അംഗങ്ങളെല്ലാം ഭസ്മമായി തീർന്നു. അന്നു മുതൽ അനങ്കൻ എന്ന നാമത്തിൽ ആണ് കാമദേവനെ അറിയുന്നത്. മന്മഥന്റെ അംഗനാശം സംഭവിച്ച ഈ പ്രദേശത്തിന് അംഗരാജ്യം എന്ന പേർ പ്രസിദ്ധവുമായി. ആ പുണ്യാശ്രമമാണിത്. ദേവന്റെ ശിഷ്യപരമ്പരയായി പരിലസിക്കുന്ന ഈ മുനിവരൻ ധർമ്മിഷ്ഠരാകിയാൽ ഒരു പാപവും ആരിലും കാണുന്നതല്ല. ഗംഗാ സരയൂ നദികളുടെ മധ്യത്തിൽ പ്രശോഭിക്കുന്ന ഈ പുണ്യാശ്രമത്തിന് കാമാശ്രമം എന്നാണ് പേര്. പുരുഷോത്തമനായ രാമ, ഈ പാവന സ്ഥലത്തിൽ ഇന്ന് രാത്രി വസിച്ച് സ്നാനം, ജപം, ഹോമം എന്നിവ ചെയ്ത് പരിശുദ്ധരാകാം. പുണ്യസങ്കേതമായ കാമാശ്രമത്തിൽ ഉഗ്ര തപസ് അനുഷ്ഠിക്കുന്ന യതിവര്യന്മാർ ജ്ഞാന കണ്ണുകൊണ്ട് അതിഥികളുടെ ആഗമനം മനസ്സിലാക്കി ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അർഘ്യപാദാദികൾ എടുത്ത് ബ്രഹ്മഋഷി വിശ്വാമിത്രനെയും ശ്രീരാമ ലക്ഷ്മണന്മാരെയും സാദരം പൂജിച്ചു. യഥാർഹം സൽക്കരിച്ചു. സല്ലാപാദികളെ കൊണ്ട് സന്തുഷ്ടി ഉളവാക്കി. ആ ഋഷിശ്രേഷ്ഠന്മാർ സശ്രദ്ധം സന്ധ്യാനാമങ്ങൾ സസ്പഷ്ടം ജപിച്ചു. മാന്യസ്ഥാനങ്ങളിൽ അതിഥികളെ ഇരുത്തി മനോഹരങ്ങളായ കഥകളെ കൊണ്ട് കൗശികൻ ആ രാത്രി ആനന്ദപൂർണമാക്കി. നൃപനന്ദനന്മാർ സന്തോഷ സമുദ്രത്തിൽ ആറാടി. പ്രകൃതി സുന്ദരമായ പ്രഭാതത്തിൽ പൂർഹാന കൃത്യങ്ങൾ യഥാവിധി ചെയ്ത കുമാരന്മാർ ബ്രഹ്മ ഋഷി ഒന്നിച്ച് പുറപ്പെട്ടു. വ്രതനിയമാദികളിൽ അചഞ്ചലരായ യതിവര്യന്മാർ നദീതീരം വരെ അനുഗമനം ചെയ്ത് വിനയാന്യുതരായി പറഞ്ഞു: മഹാത്മാവായ ഗാദിനന്ദന, രാജനന്ദനന്മാരോടുകൂടി തോണിയിൽ കയറിയാലും മാർഗം സുഖസംവർദ്ധകമാകട്ടെ, ഇനി താമസിക്കരുത്. അനുയാത്രയായി വന്ന മാമുനികളെ വാഴ്ത്തിക്കൊണ്ട് കൗശികൻ തോണിയിൽ കയറി അലയാഴിയിലേക്ക് കുതിച്ചോടുന്ന പുണ്യനദിയെ രഘുനന്ദനന്മാരൊന്നിച്ച് കടക്കുവാൻ തുടങ്ങി. സഹാധര അന്യുതനായ ശ്രീരാമചന്ദ്രൻ ഗംഗയാറിൻ്റെ മധ്യത്തിൽ എത്തിയപ്പോൾ അപൂർവമായൊരു ശബ്ദം അവിടെ നിന്ന് ഉയരുന്നത് കേട്ടു. അലകൾ കൂട്ടി ഇടിക്കുമ്പോഴുണ്ടാവുന്ന ആരവമാണത്. ദാശരഥി സമന്ദഹാസം വിനീതനായി ഗുരുവിനോട്: ഭഗവാനെ, കൂടിച്ചേരുന്ന വെള്ളത്തിൽ നിന്ന് ഇത്രയും ഉച്ചത്തിലുള്ള നാദം കേൾക്കാൻ എന്താണ് കാരണം? ജിജ്ഞാസുവായ ശിഷ്യന്റെ കൗതുകം നിറഞ്ഞ വാക്കുകൾ കേട്ട കൗശികൻ അരുളി ചെയ്തു: രാമ, കൈലാസ ശിഖരത്തിൽ മനോഹരമായൊരു സരസ് ഉണ്ടാകണമെന്ന് ഒരിക്കൽ വിധാതാവ് മനസ്സിൽ വിചാരിച്ചു. അതിനെയാണ് മാനസ സരസ് എന്ന് പറയുന്നത്. ആ പുണ്യ സരസിൽ ഉദ്ഭവിച്ച നദി സരയു ബ്രഹ്മനിർമ്മിതി പൊയ്കയിൽ നിന്ന് പ്രവഹിച്ചു. സരയു അയോധ്യയെ വലം വെച്ച് ആശ്ലേഷിച്ച് ഗംഗയിൽ ചേരുമ്പോൾ സസന്തോഷം എതിരേൽക്കുന്ന തണ്ണീർത്തല്ലിൻ നാദമാണ് ഉയരുന്നത്. ഭക്തിയോടെ ഈ സ്ഥലത്തെ വന്ദിക്കൂ. ധർമ്മം തന്നെ രൂപമെടുത്ത കുമാരന്മാർ അലയൊലി മുഴങ്ങുന്ന ആ പുണ്യസ്ഥലത്തെ പ്രണമിച്ചു. ജാഹ്നിയുടെ തെക്കേക്കരയിൽ അവരെത്തി. അതിവേഗത്തിൽ നടന്നു തുടങ്ങി. മനുഷ്യന്റെ പാദപതനം ഏൽക്കാത്തൊരു ഘോരാരണ്യത്തിൽ എത്തിയപ്പോൾ ഇക്ഷാകുനന്ദനൻ ചോദിച്ചു: ഭഗവാനെ, ഈ കാട് കാണുമ്പോൾ തന്നെ കോരിത്തരിപ്പുണ്ടാകുന്നു. അതിദുർഗമായ ഇതിൽ നിന്ന് മുഴങ്ങുന്ന ഒച്ച ചെവിയെ പൊട്ടിക്കുന്നത് പോലെയാണ്. ഭയങ്കര ഗർജനങ്ങളെ കൊണ്ട്
ശബ്ദ യമാനമാക്കുന്ന ദുഷ്ടമൃഗങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അസുഖജനകമായ ഘോരനാദം ഉയർത്തുന്ന പല പല പക്ഷികൾ വളരെയുണ്ട്. സിംഹം, നരി, ആന തുടങ്ങിയവ ധാരാളം. കൂവളം, പാതിരി, ഞമ, കടമ്പ്, മരുത്, പന, ലന്ത തുടങ്ങിയ മാമരങ്ങൾ. ദർശനത്തിൽ തന്നെ ഭയമേകുന്ന ഈ കൊടുംകാട് ഏതാണ്? ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.